വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നല്ല ഓർമ്മിച്ചിട്ട് എഴുതണം കേട്ടാ. ആലോചിച്ചിട്ട് തെറ്റൊന്നും എഴുതിയേക്കരുത്. ആലോചിച്ചിട്ട് പഠിച്ചത് ആലോചിച്ചിട്ട് എഴുതണം. ധൃതി കൂട്ടരുത് കേട്ടാ. ഇന്ന് ദോശ സാമ്പാറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവർ പോണത്. പോയി വന്നിട്ട് ഇനി വീണ്ടും എക്സാം ഉണ്ട് അവർക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർ പോയതിൻ്റെ ശേഷം പിന്നെ ഞാനും ഉക്കായും കൂടി കഴിച്ചു. പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പാത്രത്തിലിട്ടിട്ട് കറി ഒഴിച്ചിട്ട് ഞാനും ഉക്കായും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ദോശയായിരുന്നു. നല്ല ചൂട്ട് കൊടുക്കാൻ വേഗം ഉണ്ടാക്കിയിട്ട് കഴിച്ചു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ്, എങ്ങനെ ഉണ്ട്? അതെ, പഠിച്ചതൊക്കെ വന്നോ? എല്ലാം വന്നോ? എല്ലാതും എഴുതി? വേഗം വെച്ചോ. പഠിച്ചത് കംപ്ലീറ്റ് വന്നോ? വന്നോ? എല്ലാം വന്നു. സ്ഥലം ഉണ്ടായിരുന്നില്ലേ? പേപ്പറിൽ സ്ഥലം ഉണ്ടായില്ല എഴുതാനാ? ഫുള്ള് മാർക്ക് കിട്ടുമോ? 20 മാർക്ക് എക്സ്ട്രാ തരും അസൈൻമെന്റിന്റെയും വായിപ്പിക്കണേന്റെയും ഇതിന്റെ ഒക്കെ കൂടിയിട്ട്. അപ്പൊ അതുകൂടെ കൂടി 90 ഉണ്ടാവും. 90? 100-ലല്ലേ? 90 എത്ര ഉണ്ടാവും? ഉണ്ടാവട്ടെ കേട്ടാ. നല്ല കുട്ടിയാണ് കേട്ടാ. വായോ ഇരിക്കി. ഇതെന്താ? അത് മാഗി. ഇരിക്കി, ഇരുന്ന് കഴിച്ചോ. ബിസ്മില് കഴിക്കും. ഇനി എക്സാമിന്, അടുത്ത എക്സാമിന് പോവാനുള്ളതല്ലേ. ബിസ്മില് കഴിക്കട്ടാ. എക്സാമിന് നന്നായി എഴുതി വരും എന്നൊക്കെ അറിയാം. ഞാൻ അപ്പച്ചി പോകുമ്പോഴേ, അപ്പച്ചി പണിക്ക് പോകുമ്പോൾ അപ്പച്ചിനോട് മേടിക്കാൻ പറഞ്ഞതാ. ഇനി അവർ എക്സാം കഴിഞ്ഞിട്ട് വരും. അപ്പത്തേക്കും അവർക്ക് വീണ്ടും എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും എക്സാമിന് പോവാനുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ ദോശ കഴിച്ചതൊന്നും നല്ലപോലെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മേടിപ്പിച്ചതാ. ചൂടാറിയിട്ട് കഴിക്കുക. അതിങ്ങനെ ഇളക്കിയാൽ മതി. ഈ ഇരുന്നാ അടുത്താണ് മദർസിട്ട് വന്നിട്ട് കൈയിട്ട് ഇരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ തരാട്ടാ. രണ്ടാളും കഴിച്ചോ? എന്താണ് സത്യ എക്സാമിന്റെ വിശേഷമൊക്കെ? ഫുൾ എഴുതിയോ? ഫുള്ളായിട്ട് എഴുതി? ഫുൾ എഴുതിക്കണു? ഉറപ്പല്ലേ? എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയില്ലേ? പിന്നെ മാഗിയും ചായയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവർ പോവാണ് കേട്ടോ അടുത്ത എക്സാമിന്. 2 നേരം എക്സാം ഉണ്ട് പറഞ്ഞില്ലേ, അതിന് പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പണികളൊക്കെ തുടങ്ങി. അതാ അവിടെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. ഒരാളിങ്ങനെ കയറി പോകുന്നുണ്ടോ? മാഷാ അല്ലാഹ്, കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ കുറേ ചെടികളൊക്കെ വളർത്തിയിരുന്നതാ. വേറെ വാടക വീട്ടിലിരിക്കുമ്പോൾ 5 കൊല്ലം വീട്ടിലിരുന്നുണ്ടായിരുന്നു. അവിടെ എത്ര ചെടിയെന്നറിയോ? എൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ വീട് നിറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അധികം മണ്ണില്ലാത്തതുകൊണ്ടേ ഫുള്ള് ഇൻ്റർലോക്കാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് കുറച്ചിങ്ങനെ വെച്ചതാ. കരഞ്ഞു അല്ല, കരയും അറിയാറോട്. എന്തോ ഉണ്ട്? നിനക്ക് പറ്റിയ മീനൊന്നുമില്ല? ആരുടെ? അത് വെള്ള കളറല്ലേ? ഉമ്മ പൂച്ചനെ കുറിച്ച് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മക്ക് വിശക്കുമ്പത്തിന് വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഏട്ടയാണ്. അപ്പോൾ ഏട്ട കറി വെക്കണം, ഏട്ട പൊരിക്കണം. അതിൻ്റെ ഇടയിൽ വിരുന്നേര് വന്നിട്ട് ഫൗസിയാത്ത വന്നപ്പോൾ ഫൗസിയാത്ത നിശ്ചയം പറയാൻ വേണ്ടി വന്നതാണ്. അത് വന്നിട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഉമ്മ പിന്നാലെ പോയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം വിചാരിച്ചു. പിന്നെ അവർ വന്നേക്കുമ്പോഴുള്ള തിരക്കിൽ പെട്ടെന്ന് അതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് കറിയൊക്കെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് റെഡിയാക്കി. അങ്ങനെ കറിയായി. ഏട്ടക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ട പൊരിക്കുകയാണ്. 12 മണി ആവണുള്ളൂ കേട്ടോ. അപ്പോൾ കറിയും പൊരിച്ചതൊക്കെ റെഡി ആയിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ചോറൊക്കെ വിളമ്പിച്ച് കൊടുത്ത് അങ്ങനെ ഉമ്മ ചോറ് കഴിക്കാൻ കേട്ടോ.
ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഉപ്പ വരും. അപ്പോഴത്തേനും ചോറും ഇതൊക്കെ റെഡിയായി. ഉപ്പാക്ക് ഫോൺ വിളിച്ചതിൻ്റെ ഇടയിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ വരുമ്പോഴത്തേനും അവിടെ കടിച്ചോരിട്ടിട്ട് തുടക്കട്ടെ എന്ന് വിചാരിച്ച്. തുടക്കുമ്പോഴത്തേനും ഇപ്പോൾ വന്നിട്ടാ. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞാൻ വേഗം പിന്നെ ചോറൊക്കെ വിളമ്പി വെച്ച് ഇപ്പാക്ക് ചോറൊക്കെ വിളമ്പിച്ച് കൊടുത്തിട്ടാ. അങ്ങനെ ഇപ്പയും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഉപ്പയാണ് ഇട്ടാ. അപ്പോൾ ചോറ് കഴിക്കുകയാണ് ഇട്ടാ. ഉമ്മ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഉപ്പാനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നു പറഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അവൻ മാഗി കഴിച്ച കാരണം അപ്പം വിശക്കുന്നുണ്ടാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിശക്കുന്നുണ്ട് പറഞ്ഞു. അവനും ചോറ് കഴിച്ച്. പിന്നെ നാളേക്ക് പരീക്ഷയ്ക്കുള്ളത് വേണ്ടി ഇരുന്നിട്ട് പഠിക്കാൻ കേട്ടോ രണ്ടാളും കൂടിയിട്ട്. My name is Aisha. You is husband name? No, my do. You is children's? Yes, here. അല്ല എത്ര ഉണ്ട്? 5. Children's name? Yes, here. Nasir, Leila, Sina, Rashid. These good children's നല്ല കുട്ടികളാണോ? Yes. അത്രക്ക് നല്ല കുട്ടികളാണ്. Yes, yes. നിങ്ങൾക്ക് കോൽമുട്ടായി വായിത്തരോ? Yes. കോൽമുട്ടായി മേടിച്ചു തരുമെന്നോ? വേറെ ഒന്നുമില്ലേട്ട് കോൽമുട്ടായി മേടിച്ചു കൊടുക്കണത്. These very good children ഏറ്റവും നല്ല children ആരാ? 5 എല്ലാവരും അതെ 5 5 പേരിലും ഒരുപോലെയാണ്. ഒരുപോലെ തന്നെ. ഇല്ലാത്തതില്ല. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏറ്റവും മൂത്തത് ആരാ? മൂത്തത് സീന, ഏറ്റവും ചെറുതോ? റഷീദ്. നമുക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നേ. എല്ലാവരും ഒരുപോലെ. യെസ്, ഓക്കെ, ഗുഡ് ജോബ്. നിങ്ങൾക്ക് ഞാൻ 500 rupees സമ്മാനം അത് തന്ന തിരക്കടില്ല. കഴിച്ചില്ലാതിരിക്കാനേ ആയില്ല. കായ് കൊടുക്ക. ഇത് പറഞ്ഞാലൊക്കെ കായാട്ട്. ഇത് വെറുതെ പോയി പറയുന്നത്. ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.